അപ്പോ ഇന്ന് നമ്മള് ചാപ്റ്റർ 1 ക്ലാസ് 8ലത്തെ ചാപ്റ്റർ 1 ആണ് നമ്മളിന്ന് നോക്കുന്നത്. നമ്മള് 5ാം ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഇങ്ങനത്തെ ഒരു നമ്പർ. 1, 4, 9, 16, 25 ഇങ്ങനത്തെ നമ്പേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സീക്വൻസില് ഇങ്ങനത്തെ നമ്പേഴ്സ് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? ഇതിനെ ഞാനൊന്ന് ഫിഗറായിട്ട് വരയ്ക്കുകയാണെന്ന് വെക്കാം. ഈ 1നെ ഞാൻ ഫിഗറായിട്ട് വരയ്ക്കുന്നു. ഉം. ഒരു സ്മോൾ ഡോട്ടായി. ഈ 4നെ ഞാൻ ഫിഗറായിട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഉം. ഇനി 9നെ ഇതേപോലെ വരയ്ക്കുന്നു. 16നെ 9 ആയില്ലല്ലോ അല്ലേ? ഓക്കെ. ഞാൻ മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ ഗ്യാപ്പ് ഇടാം. - 25 വരയ്ക്കുന്നില്ല. കാരണം ഇതേ ഒരു പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ. ഇവിടെ എന്താ നോട്ടീസ്? 1, 4 അടുത്തത് 25 ഇതേ പാറ്റേണിൽ തന്നെ. ഇവിടെ എന്തെങ്കിലും കാണാൻ പറ്റും? ഇവിടെ നിങ്ങൾക്ക് 1ൽ കാണാൻ പറ്റുന്നില്ല. 4ൽ നമുക്കൊരു സ്ക്വയർ കാണാൻ പറ്റുന്നുണ്ട്. 9ലും ഒരു റെക്റ്റാങ്കിൾ അല്ല, ഒരു സ്ക്വയർ കാണാം. ഇവിടെ 3, ഇവിടെ 3 അല്ലേ? അങ്ങനെ ഒരു സ്ക്വയർ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ 4 താഴോട്ട്, 4 ഇങ്ങനെ നേരെ. ഇവിടെയും നമുക്കൊരു സ്ക്വയർ കാണാം. ഇതേ കേസ് തന്നെയാണ് 25 എടുത്താലും ഇനി അങ്ങനെ പോകുന്ന നമ്പേഴ്സ് എടുത്താൽ. ഇവിടെ നമ്മൾ നോട്ടീസ് ചെയ്യണത് എന്താണ്? ഉം. ഇവിടെ നമ്മൾ നോട്ടീസ് ചെയ്യണത് എന്താണ്? ഈ 1നെ 1 ഇവിടെ 4 എടുക്കാം. 4 ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം. അതായത് 2 ഇൻടു 2 എന്നുള്ള രീതിയിൽ എഴുതാം. അല്ലേ? അതേപോലെ 9നെ ഇവിടെ 3 എണ്ണം, ഇവിടെ 3. അതിനെ 3 ഇൻടു 3 എന്ന രീതിയിൽ എഴുതാം. അതേപോലെ ഇവിടെ 4, ഇവിടെ 4. അതിനെ നമുക്ക് 4 ഇൻടു 4 എന്ന രീതിയിൽ എഴുതാം. അപ്പോൾ 25 എങ്ങനെ എഴുതാൻ പറ്റും? 5 ഇൻടു 5. അതേപോലെ അടുത്തത് 6 ഇൻടു 6, 7 ഇൻടു 7, 8 ഇൻടു 8 അങ്ങനെ പറഞ്ഞു. അപ്പോൾ 1നെ നമുക്ക് അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 1 ഇൻടു 1 എന്ന് എഴുതാം. ഇനി ഇത് കുറച്ച് വലുതായിട്ട് തോന്നുന്നില്ലേ? 2 ഇൻടു 2, 3 ഇൻടു 3, 4 ഇൻടു 4 അല്ലേ? 1 ഇൻടു 1 ഇങ്ങനെ ഇത്രയും നീട്ടി എഴുതാണ്ട് ചെറുതാക്കി എഴുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും എഴുതാം. അപ്പോൾ 1 ഇൻടു 1 എഴുതുന്നതിന് പകരം 1 എന്നിടുക. മുകളിൽ ഒരു ചെറിയ 2 എന്നിടുക. അപ്പോൾ 1 സ്ക്വയർ ആണ് ഇതിനെ വായിക്കുക. ഈ 2 ഇൻടു 2നെ എങ്ങനെ എഴുതാം? 2 എന്നിടുക. മുകളിൽ ഒരു 2 എന്നും കൂടി ഇടുക. ഇത് 2 സ്ക്വയർ എന്നായി. ഇനി 3 ഇൻടു 3നെ എങ്ങനെ എഴുതാം? 3 എന്ന് എഴുതാം. ഇതിന് മുകളിൽ ചെറിയ 2 എന്ന് എഴുതാം. 3 ഇൻടു 3 4 സ്ക്വയറിന് ഇതേ രീതിയിൽ 4 എഴുതുക, മുകളിൽ 2. 5 സ്ക്വയറിന് 5 എഴുതുക, മുകളിൽ 2. 6 സ്ക്വയറിന് 6 എഴുതുക. ഈ ഒരു പാറ്റേണിൽ നമുക്ക് എഴുതി പോകാൻ സാധിക്കും. ഒരേ നമ്പർ 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ സ്ക്വയർ കിട്ടും. ഇതിനെ വിളിക്കുന്നതാണ് സ്ക്വയർ എന്ന്. ഇങ്ങനെ മുകളിൽ കൊടുക്കുന്ന 2നെ ഇങ്ങനെ മുകളിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്പെഷ്യൽ നെയിം വന്നത്? സ്ക്വയർ എന്ന് വിളിക്കാൻ കാരണം എന്താ? കാരണം നമുക്കതിനെ ഒരു സ്ക്വയർ ആക്കി, അല്ലെങ്കിൽ ഒരു സ്ക്വയറിന്റെ ഏരിയനെ ഇത് സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. 2 എന്ന് വിളിക്കുന്നില്ല, സ്ക്വയർ എന്നാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കൂടുതലും സ്ക്വയേഴ്സിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സ്.
അല്ലേ? 1, 2, 3 ഇതെല്ലാം എന്താണ്? നാച്ചുറൽ നമ്പർ. ഇതിന്റെ സ്ക്വയറിനെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ ആയതുകൊണ്ട്, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന 1, 4, 9, 25 ഇതെല്ലാം നാച്ചുറൽ നമ്പേഴ്സിന്റെ, അതുകൊണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കും പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. എന്താണ് വിളിക്കുക? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്നാണ് വിളിക്കുക. ഇത്തരം സ്ക്വയേഴ്സിനെ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. എന്താ കാരണം? ഇത് ട്ടോ. 1, 4, 9, 16, 25 അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിന്റെ എല്ലാ സ്ക്വയേഴ്സിനെയും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ. ഇനി 1ന്റെ സ്ക്വയർ ആണ് 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 15, 5ന്റെ സ്ക്വയർ 25 അല്ലേ? 6ന്റെ സ്ക്വയർ 36. അപ്പൊ ഇതൊക്കെ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ. നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ്. ഓക്കെ. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ സർ 1/2 1/2ന്റെ സ്ക്വയർ എന്താണ്? അല്ലേ? 1/2ന് ഒരു സ്ക്വയർ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും ഉണ്ട്. 1/2ന് സ്ക്വയർ ഉണ്ട്. അപ്പോൾ 1/2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ക്വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2 വട്ടം. അതായത് 1/2 ഇൻറ്റു 1/2. എന്താ 1/2 ഇൻറ്റു 1/2? 1 ഇൻറ്റു 1 1. 2 ഇൻറ്റു 2 കഴിഞ്ഞു. 1/2ന്റെ സ്ക്വയർ ആണെന്ത്? 1/4 എന്ന് പറയുന്നത്. അപ്പോൾ സർ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ഒരിക്കലല്ല. കാരണം എന്താ? 1/2 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ല. അല്ലേ? ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 1/4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയേനെ. ഓക്കെ. 1/2 ഒരു നാച്ചുറൽ നമ്പർ അല്ലാത്തതുകൊണ്ട് ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഓക്കെ. നോട്ട് എ പെർഫെക്റ്റ്. ഓക്കെ. ഓ അതേപോലെ അതേപോലെ ഏതൊരു ഫ്രാക്ഷൻ എടുത്താലും ആ ഫ്രാക്ഷന്റെ സ്ക്വയേഴ്സ് ഒന്നും എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ. കാരണം നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറിനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിളിക്കുക. ഇനി ഏതൊരു നമ്പറിനും സ്ക്വയർ ഉണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ 1/2 മാത്രമല്ല, 1/2ന് പകരം ഏതെടുക്കാം? 2.4 എന്ന് എടുക്കാം. 2.4ന് ഒരു സ്ക്വയർ ഉണ്ട്. അതേപോലെ ഡെസിമൽ ആണിത്. അതേപോലെ ഫ്രാക്ഷൻ 3/4 എടുത്തു നിൽക്കാം. ഇതും ഒരു ഫ്രാക്ഷൻ ആണ്. ഇതിനും ഒരു സ്ക്വയർ ഉണ്ട്. പക്ഷെ ഇതൊന്നും എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ല. നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന് മാത്രമാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിളിക്കുക. പിന്നെ മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ? 3 1/4 ഇതിനും സ്ക്വയർ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായി പഠിക്കും. പക്ഷേ എന്താണ്? ഇതിനെല്ലാം ഏതൊരു നമ്പർ എടുത്താലും അതിനെല്ലാം സ്ക്വയർ ഉണ്ടാവുന്നതാണ്. ഓക്കെ. നമുക്കപ്പോ എനിക്ക് തോന്നുന്നു മിക്കവർക്കും ഇപ്പോൾ 1 മുതൽ 10 വരെയുള്ള എല്ലാ സ്ക്വയേഴ്സും അറിയാമെന്ന് അല്ലേ? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 15, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49, അതേപോലെ 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81, 10ന്റെ സ്ക്വയർ 100. ഇത്രയും 10 വരെയുള്ള സ്ക്വയേഴ്സ് മിക്കവർക്കും അറിയാമെന്ന് തോന്നണം. ഇനി ഇത് 10 കഴിഞ്ഞിട്ടുള്ള സ്ക്വയേഴ്സോ? അതെങ്ങനെ കണ്ടുപിടിക്കും? അല്ലേ? 10 കഴിഞ്ഞിട്ടുള്ള സ്ക്വയേഴ്സ് ഒക്കെ അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? അതാണ് വിഷയം. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കൂ. ഈ ഒരു ചിത്രത്തില് എന്താണ് കാണിച്ചിരിക്കുന്നത്? ഇവിടെ സൈഡ് വൈസ് അല്ലെങ്കിൽ റോ വൈസ് ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഇത്രയും വരെ 10 ആയിരുന്നു. ഇത്രയും വരെ 10. പിന്നെന്താണ്? ഒരു റോയും കൂടി ഉണ്ട് അല്ലേ? 10 + 1
അതേപോലെ ഈ ഒരു റോ നോക്കൂ. ഇത്രയും വരെ 10 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു റോയും കൂടി. ഒരു കോളം കൂടിയുണ്ട്. ഇവിടെ മൊത്തം 11, ഇവിടെയും 11 അല്ലേ? അപ്പൊ നമുക്കറിയാം സ്ക്വയേഴ്സിന് നമുക്കിങ്ങനെ ഒരു സ്ക്വയർ പോലെ വരയ്ക്കാനായിട്ട് പറ്റും അല്ലേ? അപ്പൊ 11 ഇൻടു 11 ഇതിനെ നമുക്ക് എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ? 11 ഇൻടു 11 പെട്ടെന്ന് കാണുവാനായിട്ട്. 11 ഇൻടു 11 ഒന്നെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതിനേക്കാൾ എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക? ഒരു പെട്ടി വരയ്ക്കുന്നു. ഒരു പെട്ടി വരയ്ക്കുക. ഉള്ളില് 4 കള്ളിയും വരയ്ക്കുക. ഓക്കെ. ഇവിടെ 10, 11 ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ 10, 1 അതേപോലെ 10, 1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി എന്തിനാണ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്? മൾട്ടിപ്ലൈ ചെയ്യാം. 10 ഇൻടു 10 എളുപ്പമാണ് അല്ലേ? 100. 10 ഇൻടു 1 10. അതേപോലെ 1ഉം 10ഉം 1 ഇൻടു 10 1 ഇൻടു 1. ഇനി ഇത് തമ്മിൽ കൂട്ടുക. റോ വൈസ് കൂട്ടുക. 100ഉം 10ഉം കൂട്ടുക. 100ഉം 10ഉം കൂട്ടുക. അതേപോലെ 10ഉം 1ഉം കൂട്ടുക. 100ഉം 10ഉം കൂട്ടിയാൽ 110. 10ഉം 1ഉം കൂട്ടിയാൽ 110 പ്ലസ് 11 എത്രയാണ്? 120. ഡിവിഷൻ അല്ല കേട്ടോ. ഡിവിഷനാണ്. 110ഉം പിന്നെ എന്താണ് 11ഉം തമ്മിൽ ആഡ് ചെയ്താൽ 120. നമുക്ക് ഇതേപോലെ അടുത്തത് നോക്കിയാലോ? 12ന്റെ നോക്കാം. എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 10 ഇവിടെ 2 ഇവിടെ. കാരണം 10 വെച്ച് സ്പ്ലിറ്റ് ചെയ്യാനാണ് എളുപ്പം. നിങ്ങൾക്കിത് വേറെ നമ്പർ വെച്ചും പരിശോധിച്ച് നോക്കാം. 10 ഇൻടു 10 100. 10 ഇൻടു 2 20. 2 ഇൻടു 10 എന്താ ചെയ്യുന്നത്? 10 ഇൻടു 10 ചെയ്തു, അതാണ് 100. അതുപോലെ 10 ഇൻടു 2 ചെയ്തു, അതാണ് 20. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2ഉം 10. 2 ഇൻടു 10. 2 ഇൻടു 10 എന്താണ്? 20. ഇനി എന്താ ചെയ്യാൻ പോണത്? 2 ഇൻടു 2 ചെയ്യാം. 2 ഇൻടു 2 എന്ന് പറയുന്നത് ഇത് തമ്മിൽ കൂട്ടുക. 100ഉം 20ഉം കൂട്ടിയ 120. 20ഉം 4ഉം കൂട്ടിയ 24. ഇത് മൊത്തം കൂട്ടി കഴിഞ്ഞാൽ 120 പ്ലസ് 24 144. ഇതേപോലെ 13ന്റെ ഒന്ന് ചെയ്ത് നോക്കാം. യെസ്, പിടികിട്ടി. 13ന്റെ ഇതേപോലെ എന്ത് ചെയ്യുക? 10, 3. 10 ഇൻടു 10 100. 10 ഇൻടു 3 30. 3 ഇൻടു 10 30. 3 ഇൻടു 3 9. അപ്പോൾ 130 100 പ്ലസ് 30 അതുപോലെ 30 പ്ലസ് 9 39. ഇത് കൂട്ടിയാൽ 169. കണ്ടോ? എളുപ്പത്തിലാണ് നമുക്ക് കിട്ടിയതെന്ന്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി 10ഉം 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തപോലെ വേറെ ഏതെങ്കിലും എഴുതാൻ പറ്റുമോ? 13നെ വേറെ രീതിയിൽ എഴുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്? ഇത് കുറച്ചും കൂടിയും സിമ്പിൾ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് വേറെ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. 13നെ തന്നെ വേറൊരു രീതിയിൽ. ഇപ്പോൾ എങ്ങനെ എഴുതാം? 7ഉം 6ഉം ആയിട്ട് എടുത്ത് നോക്കാം. 7ഉം 6ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഞാനൊരു സ്ക്വയർ വരയ്ക്കുന്നു. ഉള്ളിൽ 4 കള്ളി. 7ഉം 6 ആണ് ഇപ്പോൾ എടുക്കുന്നത്. 7 7 7ഉം 7ഉം 49. ഇനി 6 ഇൻടു 7 കണ്ടുപിടിക്കേണ്ടത്. 6 ഇൻടു 7 എന്ന് പറയുന്നത് 42. ഈ 6 ഇൻടു 7 42. 6 ഇൻടു 6 കണ്ടോ? ഇപ്പോൾ ഉള്ളിലത്തെ നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ അത്ര എളുപ്പമല്ല അല്ലേ? ആഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോൾ 49ഉം 42ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
ഒരു 91 എന്ന് കിട്ടും. 91. 91 പ്ലസ് 42 പ്ലസ് 36 ചെയ്യണം. അപ്പോൾ 42 പ്ലസ് 26 ചെയ്യുമ്പോൾ 78 കിട്ടും. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 8 പ്ലസ് 1 9, 9 പ്ലസ് 7 116. 13ന്റെ സ്ക്വയർ 169 തന്നെയാണ് അല്ലേ? നമ്മൾ നേരത്തെയും ചെയ്തതാണ്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതേപോലെ ഡിഫറൻറ്റ് നമ്പേഴ്സ് ഒക്കെ വരും. നേരത്തെയും ഇതെന്താ വ്യത്യാസം? ഇവിടെ 100 കൂടുതലും സീറോസ് ആവുന്നു. സീറോസ് വരുമ്പോൾ ആഡ് ചെയ്യാൻ കുറച്ചും കൂടിയും എളുപ്പമാണ്. പക്ഷെ നമ്മൾ ഡിഫറൻറ്റ് അതായത് 10 അല്ലാണ്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വരുമെന്ന് വെച്ചാൽ ഇതേപോലെ ഡിഫറൻറ്റ് നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പെട്ടെന്ന് ആഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ടൈം കൺസംഷൻ ഉണ്ടാവും. അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ടൈം അതൊഴിവാക്കാനാണ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേറൊരു രീതിയിലൊന്ന് എഴുതാൻ നോക്കിയാലോ? അല്ലേ? ഇനി നമുക്കൊന്ന് വേറെയൊരു രീതിയിലൊന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കാം. ഇപ്പൊ ഇവിടെ 11 സ്ക്വയറിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാന്ന് പറഞ്ഞാൽ ഈ ഈ സെല്ലിന്റെ ഉള്ളിലത്തെ സാധനങ്ങൾ ഞാൻ പുറത്തേക്ക് എടുത്ത് എഴുതണം. 11 സ്ക്വയർ ആണ്. 11 സ്ക്വയർ. 11 സ്ക്വയറിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? 100 ഉണ്ടായിരുന്നു. പ്ലസ് 2 10 ഉണ്ടായിരുന്നു അല്ലേ? 10 പ്ലസ് അതിനെ രണ്ടിനെ ഒരുമിച്ചാക്കി. പ്ലസ് 1 100 പ്ലസ് 20 പ്ലസ് 1 120 കിട്ടി. അതേപോലെ 12ന്റെ സ്ക്വയർ. 12ന്റെ സ്ക്വയർ എങ്ങനെ എഴുതാം? 12ന്റെ സ്ക്വയറിൽ ഇവിടെ 12ന്റെ സ്ക്വയറിനെ ഒന്നും കൂടി എഴുതുകയാണെങ്കിൽ 100 ഒരെണ്ണമുണ്ട്. പിന്നെ 2 20 ഉണ്ട്. അപ്പോൾ അതിനെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ പ്ലസ് 100 പ്ലസ് 40 പ്ലസ് എന്ത് കിട്ടി? 140. സീറോസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇനി അതേപോലെ 13ന്റെ സ്ക്വയർ. 13ന്റെ സ്ക്വയറിന് എങ്ങനെ എഴുതാം? ബോക്സ് ഇല്ലാണ്ട് ഒരു 100 ഉണ്ട്. പ്ലസ് എത്ര 30 ഉണ്ട്? 2 30 പ്ലസ് എന്ത് വരും? 100 പ്ലസ് ഈ പ്ലസ് 9 ഈ 9. ഇതേപോലെ നമുക്ക് 14ന്റെയും 15ന്റെയും നമുക്ക് എഴുതാൻ പറ്റുമോ? 14 സ്ക്വയറിന്റെയും 15 സ്ക്വയറിന്റെയും എങ്ങനെയായിരിക്കും? അല്ലേ? 10 ഇൻറ്റു 10 ആണ് ആദ്യം അല്ലേ? 100 പ്ലസ് പിന്നെന്തായിരിക്കും? 10 ഇൻറ്റു 4ഉം 4 ഇൻറ്റു 10. 10 ഇൻറ്റു 4 40 തന്നെയാണ്. 4 ഇൻറ്റു 10ഉം 40 ആണ്. പ്ലസ് എന്തായിരിക്കും? 4 ഇൻറ്റു 4 പ്ലസ് 60. 100 പ്ലസ് 80 പ്ലസ് അതായത് 190 അല്ലേ? നമുക്ക് 15ന്റെ ഒന്ന് ചെയ്തു. നേരത്തെ ഇതേ പാറ്റേണിൽ തന്നെ ആദ്യം 100 പിന്നെന്താണ്? പിന്നെ 50 പ്ലസ് 50 ഇൻറ്റു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. തന്നെ കിട്ടുന്നുണ്ട്. 5 ഇൻറ്റു 5 25 100 പ്ലസ് 100 പ്ലസ് 25 എന്ന് വെച്ചാൽ 2 അല്ലേ? ആൻസർ കിട്ടി 2. നമുക്കിനി പെട്ടി ഇതൊന്നും ഇല്ലാണ്ട് തന്നെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ പെട്ടിയും കൂടി ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് എഴുതാം. കുറച്ചും കൂടി വേഗത്തിൽ എഴുതാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ എനിക്കിപ്പോൾ 25 നേരത്തേതിൽ ഇവിടെ 1ന് പകരം എന്താണ്? 1 സ്ക്വയർ ആണ് അല്ലേ? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ.
അതേപോലെ ഇവിടെ 4 എങ്ങനെ എന്തിന്റെ സ്ക്വയറാണ്? 2ന്റെ സ്ക്വയറാണ്. എനിക്കെങ്ങനെ എഴുതാം? 4ന് പകരം 2 സ്ക്വയർ എന്ന് അല്ലേ? അതേപോലെ ഇവിടെ 9 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയറാണ്? 3ന്റെ സ്ക്വയറാണ്. അപ്പൊ 13ല് 3 ഉണ്ട്. ആ 3ന്റെ സ്ക്വയർ. അതേപോലെ 16 എന്ന് പറയുന്നത് ഇവിടെ 4 ഉണ്ട്. ആ 4ന്റെ സ്ക്വയറാണ് അതേപോലെ 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ. 5 സ്ക്വയറാണ്. അപ്പൊ 16ന്റെ ആണെങ്കിലോ? 16ന്റെ ഒന്ന് നോക്കാം. 16ന്റെ ആണെങ്കിൽ എങ്ങനെ വരും? 16ന്റെ സ്ക്വയർ ആണെന്ന് നോക്കിയേ. 16ന്റെ സ്ക്വയർ ആണെങ്കിൽ എങ്ങനെ വരും? അതിനു മുമ്പ് കുറച്ചും കൂടിയും ഒന്ന് എല്ലാതും ഒന്ന് കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കി ഒന്ന് നോക്കിയോ. അതായത് 11 സ്ക്വയർ. 11 സ്ക്വയർ നമ്മൾ ആദ്യം കണ്ടതുപോലെ 11 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 100 ആയിരുന്നു അല്ലേ? 100. അപ്പോൾ 100 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയറാണ്? 10ന്റെ സ്ക്വയറാണ്. നമുക്ക് അതിനെ എങ്ങനെ 10ഉം 1 ആയിട്ടല്ലേ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. 10ന്റെ സ്ക്വയർ കാരണം 10 × 10 പ്ലസ് 10 × 1 ഉണ്ട് അല്ലേ? ഒരു ബോക്സ് ഞാൻ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ 10 ഇവിടെ 1 ഇവിടെ 10 ഇവിടെ അല്ലേ? അപ്പൊ ആദ്യം 10 × 10 10 സ്ക്വയർ ഇവിടെ 10 സ്ക്വയർ ആണ്. ഇനി അതുപോലെ 10 × 1 ഇവിടെ ഒരു 10 ആയി. അതേപോലെ 1 × 10 ഇവിടെ ഒരു 10 ആയി. അപ്പൊ മൊത്തം എത്ര 10 ഉണ്ട്? 2 10 ഉണ്ട്. അപ്പോൾ 10 + 10ന് പകരം എങ്ങനെ നമുക്ക് പറയാം? 2 × 10 എന്നും പറഞ്ഞുകൂടെ? അല്ലേ? 2 × 10 എന്നും കൂടി. അതേപോലെ ഇവിടെ 1 × 1 1 × 1 അതായത് 1 സ്ക്വയർ. അതായത് ഇവിടെ 1 സ്ക്വയർ. ഓക്കെ. അപ്പോൾ 12ന്റെ കേസ് ഒന്ന് നോക്കാം. 12ന്റെ കേസ് 12 സ്ക്വയർ. 12 സ്ക്വയർ എന്ന് പറയുമ്പോൾ അപ്പോൾ ആദ്യം എന്ത് വരും? ഇതേ രീതിയിൽ തന്നെ 10 സ്ക്വയർ പ്ലസ് 2 ഉണ്ടാകുമോ? ഒന്ന് നോക്കി നോക്കാം ഒന്നും കൂടി. 12ന്റെ ഒരു ടേബിൾ ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ 10 ഇവിടെ 10 ഇവിടെ 2 സ്പ്ലിറ്റ് ചെയ്യുന്നു കേട്ടോ. ഇവിടെ 10ന്റെ സ്ക്വയർ ഇവിടെ 10 × 2 അല്ലേ? 10 × 2 20. ഇവിടെയും 10 × 2 20. മറ്റേത് 2ന്റെ സ്ക്വയർ. ഇവിടെ 20 എത്ര വട്ടം വരുന്നുണ്ട്? 20 ആണ് വരുന്നത്. യെസ്. 20 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ 10ന് പകരം ആരെന്നെ വെക്കണം? 2 × ഇതായിരിക്കും. 2 × 10ന് പകരം 20 ആയിരിക്കും. 2 × 20 പ്ലസ് 2ന്റെ സ്ക്വയർ. ഒരു പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ടോ അതില്? 11ന്റെയും 12ന്റെയും സ്ക്വയേഴ്സ് തമ്മിൽ നോക്കുമ്പോൾ ഒരു പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് 13ന്റെ സ്ക്വയർ ഇതേപോലെ പറ്റും. എങ്ങനെയായിരിക്കും അത്? ആദ്യം 10ന്റെ സ്ക്വയർ പ്ലസ് 2 × എന്തായിരിക്കും? 30 ആയിരിക്കും. കാരണം 3 × 10 × 3 പ്ലസ് 3ന്റെ സ്ക്വയർ. അതേപോലെ 40ന്റെ സ്ക്വയർ ഈ രീതിയിൽ ചെയ്താൽ 10ന്റെ സ്ക്വയർ പ്ലസ് 2 × 40 പ്ലസ് 4ന്റെ സ്ക്വയർ. അതുപോലെ 15 സ്ക്വയർ എങ്ങനെ എഴുതാം? 10ന്റെ സ്ക്വയർ പ്ലസ് 2 × 50 പ്ലസ് 5ന്റെ കറക്റ്റ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ വരിക? യെസ്. ഇതേപോലെ തന്നെ നമുക്ക് 16, 17, 18 അതുവരെ ചെയ്യാം. അത് കഴിഞ്ഞാലോ 20 വരുന്നത് അല്ലേ? 20യുടെ സ്ക്വയർ
20യുടെ സ്ക്വയർ. എന്താണ് 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ? സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരേ നമ്പർ 2 വട്ടം ഇൻറ്റു ചെയ്യും. 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 20 എന്ന് വെച്ചാൽ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 10 അല്ലേ? 2 ഇൻറ്റു 10 2 ഇങ്ങനെയല്ലേ എഴുതാം? 2 ഇൻറ്റു 10 ഇൻറ്റു 2 ഇൻറ്റു 10 എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് ഇങ്ങനെ വരും. ബ്രാക്കറ്റ് റിമൂവ് ചെയ്തിട്ട് ഒരേ നമ്പർ എടുത്ത് 2 ഇൻറ്റു 2 10 ഇൻറ്റു 2 ഇൻറ്റു 2 4 ഇൻറ്റു ഈ 10 ഇൻറ്റു 10 10 ഇൻറ്റു 10 4 ഇൻറ്റു 100 ഉണ്ടോ? ഇവിടെ നമ്മൾ നേരത്തെ പാറ്റേൺ ഇവിടെ ഉപയോഗിച്ചില്ല. കാരണം ആ പാറ്റേൺ ഉപയോഗിക്കാതെ തന്നെ നമുക്കിത് കിട്ടുമായിരുന്നു എന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ 21, 22, 23 അതെങ്ങനെ നമുക്ക് ബോക്സ് വെച്ച് നോക്കാം. 21, 22, 23 21ന്റെ സ്ക്വയർ. ഇവിടെ ഒരു ബോക്സ് വരയ്ക്കുന്നു. 21ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 21 ആയിട്ട് സ്പ്ലിറ്റ്. നേരത്തെ 10ഉം ഇതൊക്കെ ആയിട്ടായിരുന്നു. കാരണം 11 തൊട്ട് 19 വരെ ആയിരുന്നത്. ഇപ്പോൾ 20നേക്കാൾ മേലെ ആയതുകൊണ്ട് 21 ആയിട്ട് സ്പ്ലിറ്റ്. അതാണ് കുറച്ചും കൂടി എളുപ്പം. 20ന്റെ സ്ക്വയർ 400. 20 ഇൻറ്റു 1 ഇവിടെയും 20 ഇൻറ്റു 1 20. 1ന്റെ സ്ക്വയർ 1. അതെങ്ങനെ വരും? 400 പ്ലസ് അല്ലേ 2 ഇൻറ്റു 20 കാരണം 2 വട്ടം 20 ഉണ്ട് പ്ലസ് 1ന്റെ സ്ക്വയർ. അതേപോലെ 22 സ്ക്വയർ അപ്പം എങ്ങനെയായിരിക്കും? 400 പ്ലസ് 2 ഇൻറ്റു എന്തായിരിക്കും? ഇവിടെ 1ന് പകരം 2 എന്ന് വരും. 20 ഇൻറ്റു 2 എന്നാണ്. 20 ഇൻറ്റു 2 എന്ന് വെച്ചാൽ എന്താണ്? 40 ആണ് അല്ലേ? നേരത്തെ 10 വെച്ച് കൂടി. ഇവിടെ ഇപ്പോൾ എത്ര വെച്ച് കൂടുന്നു? 20 വെച്ച് കൂടുന്നു. 20 ഇൻറ്റു അല്ല 2 ഇൻറ്റു 40 പ്ലസ് പിന്നെന്താണ്? 2 ഇൻറ്റു 2 2 സ്ക്വയർ അല്ലേ? ഇവിടെ 2 സ്ക്വയർ വരും. അതേപോലെ നമുക്ക് അടുത്തത് നോക്കാം. 23യുടെ സ്ക്വയർ. 23യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 പ്ലസ് 400 എവിടുന്നാന്ന് മനസ്സിലായല്ലോ അല്ലേ? 23നെ 23 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ 2ന് പകരം 3 ആയിട്ട് സ്പ്ലിറ്റ്. 20യും 3 ആയിട്ട്. യും 3യുമായി സ്പ്ലിറ്റ്. 20 ഇൻറ്റു 3 6. 6 3 2 ഇൻറ്റു 60 പ്ലസ് 3 സ്ക്വയർ. ഇതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. 24ന്റെ ആയാലും 25ന്റെ ആയാലും 26ന്റെ ആയാലും. ഓക്കെ. ഇത് എത്രയാണെന്ന് നോക്കാം. 400 21ന്റെ സ്ക്വയർ നോക്കാം. ഈ ഒരു ബോക്സ് ഒന്ന് കളയാം. ട്വന്റി വണ്ണിന്റെ സ്ക്വയർ എങ്ങനെയാണ്? 400 പ്ലസ് 400ന്റെ കൂടെ എന്താണ് കൂട്ടേണ്ടത്? 2 ഇൻറ്റു 20. 2 ഇൻറ്റു 20 എന്ന് വെച്ചാൽ 40 അല്ലേ? 400 പ്ലസ് 40 പ്ലസ് എന്ന് വെച്ചാൽ എന്താണ്? 441. 441. അടുത്തത് 400 പ്ലസ് 80 പ്ലസ് 4 എന്ന് വെച്ചാൽ 480. അടുത്തത് 23യുടെ സ്ക്വയർ.
400 പ്ലസ് 120. 60 ഇൻറ്റു 20. 60 പ്ലസ് 60 120 പ്ലസ് 9. 3ൻ്റെ സ്ക്വയർ ആണ് 9. ഓക്കെ. അപ്പോൾ ഇവിടെ 400 പ്ലസ് 120 എന്ന് പറയുമ്പോൾ 520 ആയി. 520 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 529. ഓക്കെ. ഇങ്ങനെയാണ് 21ൻ്റെ 22ൻ്റെ 23ൻ്റെ സ്ക്വയർ ഒക്കെ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും എന്ത് പോകുന്നുണ്ടാവുക. അങ്ങനെ ഇനി നമുക്ക് 36 സ്ക്വയർ ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.